ഒരേ ഗർഭപാത്രം, ഒരേ സമയം, ഒരേ കൈകളിൽ കിടന്നു ഒരേ മുലപ്പാലിനു വേണ്ടി പരസ്പരം തള്ളിയകറ്റിയ കൈകൾ. അവൾ ദിനുവിൻ്റെ ചുമലിൽ കൈവച്ചു. ദിനു പതുക്കെ ഗിരിജയുടെ കൈകളിൽ പിടിച്ചു. വലിയൊരാശ്വാസം കണ്ടെത്തിയ പോലെ ഒന്ന് നിശ്വസിച്ചു. ഞാൻ പിന്നെ പറയാം. ഒഴിഞ്ഞ ഗ്ലാസുമായി പുറത്തിറങ്ങുമ്പോൾ ഗിരിജയ്ക്ക് എന്തെന്നില്ലാത്ത സമാധാനം തോന്നി. അടുക്കളയിൽ പരിഭ്രമിച്ചു നിൽക്കുകയായിരുന്നു അമ്മ. ഉറങ്ങിപ്പോയി. അച്ഛന് ചായ കൊടുത്തു. 2 ഗ്ലാസ്സിൽ ചായ പകർന്നു. കുട്ടേട്ടൻ്റെ കിടപ്പറയ്ക്കു മുമ്പിൽ അമ്മ സംശയിച്ചു നിൽക്കുന്നു. പുലർവെളിച്ചം ഉമ്മറത്തെ കടുത്ത ഇരുട്ട് അല്പം കുറച്ചിരുന്നു. ഇല്ലപ്പറമ്പിൻ്റെ പടികളിറങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്തെങ്ങോ വിടർന്ന റോസിൻ്റെ മണം. ഉഷ പണ്ടെന്നോ ഒരിക്കൽ അയാൾ തന്ന റോസാക്കമ്പ് ഇവിടെ എവിടെയോ നട്ടിരുന്നു. ഇരുട്ടിൽ ഒന്നും കാണാനില്ല. തിരിച്ചു വരുമ്പോൾ നോക്കാം. വർഷങ്ങളുടെ വിടവിൽ ഊറിക്കൂടിയ ഒരുതരം ലഹരിയിൽ മനസ്സ് ചരടുപൊട്ടിച്ച പട്ടത്തെപ്പോലെ പറന്നു. ഉണങ്ങിയ കമ്മ്യൂണിസ്റ്റ് പച്ചകൾ വളനെയ്ത പാത, അരംപോലെ മൂർച്ചയുള്ള തണ്ട്. സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്കുണർത്തുന്ന അവയോട് അനിഷ്ടം തോന്നിയില്ല. അത്രയെങ്കിലും സ്വപ്നങ്ങളിൽ നിന്നു മോചനം. കുളത്തിനു ചുറ്റുമുള്ള കാട്ടുവേലികളിൽ കനത്തു നിൽക്കുന്ന ഇരുട്ട്. കുളത്തിൽ പ്രകാശമുണ്ട്. ചുവന്ന പ്രകാശമാണ്. നേരത്തെ കണ്ട മങ്ങുന്ന ആകാശത്തിലെ ചുവപ്പ് വൃത്തം ഏറ്റുവാങ്ങി ചുവന്ന ഓളങ്ങളുമായി എതിരേറ്റു നിൽക്കുന്ന കുളം. ഈ ദേശത്തെ ഓരോ മണൽത്തരിയിലും ജലകണത്തിലും എൻ്റെ നിശ്വാസമുണ്ട്. സന്തോഷം, ദുഃഖം, എല്ലാ വികാരങ്ങളും എൻ്റെ ശരീരം പോലെ അറിഞ്ഞതും സഹിച്ചതുമായ ജലകണങ്ങൾ. പൊടിമണ്ണ്. എത്രമാത്രം ശാപഗ്രസ്തമായാലും എത്രയെത്ര വെറുപ്പ് സഹിച്ചാലും എനിക്കിതിനെ പുറന്തള്ളാനാവില്ല. അതെന്നെ ആത്മാവിന് ശരീരത്തിനോടുള്ള ബന്ധം പോലെ വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പ്രകാശ് ഓർമ്മിപ്പിച്ചപ്പോൾ വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന മനസ്സ് എന്തുകൊണ്ടുണർന്നു? നേർത്ത കുളിർക്കാറ്റുള്ള നിതാന്തമായ ആ വിജനതയിൽ അങ്ങനെ നിന്നപ്പോൾ അലൗകികമായ ഒരനുഭൂതി നിലാവുപോലെ പരന്നൊഴുകി. ഏതോ സ്വച്ഛതയിൽ ഗായത്രി മന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്നു.